അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ തന്നെ ദെൻ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ടു tan 30 divided by 1 plus tan square 30 വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നോക്കിയേ 30 തീറ്റ ആക്കിയിട്ട് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 tan തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ തീറ്റ എന്ന് എഴുതാമല്ലോ. അപ്പോൾ നോക്കിയേ, ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ്? 2 tan തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത്. നമുക്കറിയാം സൈൻ 2 തീറ്റന്റെ ഇക്വേഷൻ ആണ് എന്ത്? 2 tan തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തീറ്റയ്ക്ക് പകരം എന്താണ് കൊടുത്തിട്ടുള്ളത്? 30 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 tan 30 ഡിവൈഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ 30 നമുക്ക് എന്ത് എഴുതാം? അതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സൈൻ 2 തീറ്റന്റെ ഇക്വേഷൻ ആണ് 2 tan തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് സൈനിന്റെ ടേമിൽ ഇതിനെ മാറ്റി എഴുതാമല്ലോ. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇത് സൈൻ 2 തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 30 ഡിഗ്രി ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് സൈൻ 2 ഇൻറ്റു 30. സോ സൈൻ 2 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ സൈൻ 60 ഡിഗ്രി ആണ് എന്നാണ്. ഓക്കെ, സൈൻ 60 എത്രയാണ്? √3/2. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ എങ്ങനെയാ തന്നിട്ടുള്ളത് നോക്കാം. ഓപ്ഷൻസ് എന്തൊക്കെയാ കൊടുത്തിട്ടുള്ളത് നോക്കിയേ. ഓപ്ഷൻസ് കറക്റ്റ് വാല്യൂ അല്ല ചോദിക്കുന്നത്, സൈനിന്റെ ടേമിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. സോ ആൻസർ ഈസ് സി. ഓക്കെ, സൈൻ 60 is the answer. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിന് മുന്നേ ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണിക്കാം. ഇവിടെ ഇപ്പം ഞാൻ ഡയറക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത് അല്ലേ? എന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കിക്കേ. ഇവിടെ ചെയ്തത് വാല്യൂ പുട്ട് ചെയ്ത് കൊടുത്തിട്ടാണ്. അതായത് tan 30ന്റെ വാല്യൂ പുട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നോക്കിയേ 2 tan 30 ഡിവൈഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ 30. അപ്പോൾ ഓരോ tan 30ന്റെ വാല്യൂ പുട്ട് ചെയ്ത് കൊടുത്താണ്. സോ 2 ഇൻറ്റു tan 30 പറയുമ്പോൾ 1/√3, 1 പ്ലസ് tan സ്ക്വയർ 30 പറയുമ്പോൾ 1/√3 സ്ക്വയർ, 2/√3, 4/√3. അങ്ങനെ നമ്മൾ വാല്യൂ കണ്ടിട്ട് √3/2 എന്ന് വാല്യൂ കണ്ടിട്ട് ദെൻ അത് ഇക്വേഷൻ ഓപ്ഷനിൽ തന്നിട്ടുള്ളതിനുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് ആണ്. സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സൈൻ 30 ഡിഗ്രി പ്ലസ് കോസ് 60 മൈനസ് സൈൻ 60 പ്ലസ് കോസ് 30യുടെ വാല്യൂ എന്താണ് ചോദിക്കുന്നത്. ഇതിപ്പോ നമുക്ക് സൈനും കോസും ആണല്ലോ, ഡയറക്റ്റ് വാല്യൂസ് നോക്കാം. ഓക്കെ, എന്താ തന്നിട്ടുള്ളത്? സൈൻ 30ന്റെ വാല്യൂ എത്രയാണ്? 1/2 പ്ലസ് കോസ് 60 എന്താണ്? പ്ലസ് നമുക്കറിയാം സൈൻ 30യും കോസ് 30യും എന്താണ്? 1/2 ആണ്. ദെൻ സൈൻ 60യും കോസ് 30യും എന്താണ്? √3/2 ആണ്. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് ടേമിനെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 1/2 എന്ന് എഴുതാമല്ലോ. 2 ഇൻറ്റു 1/2 എത്രയാണ്? 2 2 ക്യാൻസൽ ആയി 1. അപ്പൊ ഫസ്റ്റ് ടേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ നെക്സ്റ്റ് വാല്യൂ നോക്കിക്കേ. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് സൈൻ 60 കോസ് 30 ആണ്. ആ രണ്ടിന്റെ വാല്യൂ എന്താണ്? √3/2 ആണ്. അപ്പൊ ആ ടൈമിൽ നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു √3/2 എന്ന് എഴുതാം. ഓക്കെ, ദെൻ അഗെയിൻ 2 2 ക്യാൻസൽ ആണ്. സെക്കൻഡ് ടേമിന്റെ വാല്യൂ എന്താണ്? √3 ആണ്. ഫസ്റ്റ് വാല്യൂന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ എന്താണ്? മൈനസ്. ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടേം ആണ്. സോ നമുക്ക് ആൻസർ എന്ത് എഴുതാം?
1 മൈനസ് √3 എന്ന് എഴുതാം. ഓപ്ഷനിൽ 1 പ്ലസ് ആണ് കൊടുത്തിട്ടുള്ളത്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 1 മൈനസ് √3 ആണ്. സോറി, ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണിക്കാം. നോക്കിക്കേ, സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. ദെൻ cos 1/2 cos 60 1/2 ആണ്. sin 60 √3/2. then cos 30 √3/2. then put the all values in the equation. then we get 1 minus 2 √3/2. then 2 cancelled. then 1 minus √3 is the final answer. Okay, then next question like പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ. If 1 plus cos square theta is equal to 3 sin theta cos theta, then what is the value of cot theta എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എന്താ ചെയ്യേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? 1 plus cos square theta equal to 3 cos theta sin theta എന്നാണ്. അങ്ങനെയാണെങ്കിൽ then what is the value of cot theta എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇക്വേഷന്റെ രണ്ട് സൈഡും സൈൻ സ്ക്വയർ തീറ്റയും കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ രണ്ട് സൈഡിലും കൊടുത്താൽ എന്ത് കിട്ടും? 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ cosec സ്ക്വയർ തീറ്റ cos സ്ക്വയർ പ്ലസ് cos സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ പറയുമ്പോൾ cot സ്ക്വയർ തീറ്റ ഈക്വൽ ടു ഇവിടെയുള്ള ഒരു സൈൻ തീറ്റയും മുകളിലുള്ള ന്യൂമറേറ്ററിലുള്ള ഒരു സൈൻ തീറ്റയും ക്യാൻസൽ ആയി. ദെൻ 3 കോസ് ബൈ സൈൻ എന്താണ്? കോട്ട് തീറ്റ. ഓക്കെ,
ഓക്കെ, നമുക്ക് എന്താ ഉള്ളത്? 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു പറഞ്ഞിട്ട് എന്താ ഉള്ളത്? 3 കോസ് തീറ്റ സൈൻ തീറ്റ എന്നുള്ളത്. ദെൻ എന്താ ചെയ്തത്? നമ്മൾ ഇക്വേഷനെ മൊത്തമായിട്ട് സൈൻ സ്ക്വയർ തീറ്റേനും കൊണ്ട് നമ്മൾ എന്താ ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്. സോ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സൈഡിന്റെ രണ്ട് സൈഡിലും നമ്മൾ എന്താ ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്. 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്താണ്? ഇവിടെ നോക്കിയേ, ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്, മുകളിൽ സൈൻ തീറ്റ ഉണ്ട്. താഴെയുള്ള ഒരു സൈൻ സ്ക്വയർ തീറ്റയിലെ ഒരു സൈൻ തീറ്റയും ന്യൂമറേറ്ററിലെ സൈൻ തീറ്റയും ക്യാൻസൽ ആയി. ബാക്കി എന്താ ഉള്ളത്? 3 കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്നാണ് ഉള്ളത്. ഇത് നമുക്ക് എന്ത് എഴുതാം? അതിനെ മാറ്റിയിട്ട് 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് എന്ത് എഴുതാം? കൊസൈക് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ദെൻ കൊസൈക് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ പറയുമ്പോൾ കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 3 കോട്ട് തീറ്റ എന്ന് കിട്ടി. ഓക്കെ, കൊസൈക് സ്ക്വയർ തീറ്റയും തീറ്റയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. നമുക്കറിയാം കൊസൈക് സ്ക്വയർ തീറ്റ 1 പ്ലസ് മാറ്റിയിട്ട് 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 3 കോട്ട് തീറ്റ എന്ന് എഴുതാലോ. ദെൻ ഇക്വേഷനിലേക്ക് നോക്കിയേ, 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ എന്നാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 പ്ലസ് 2 കോട്ട് സ്ക്വയർ തീറ്റ എന്ന് എഴുതാലോ. 1 പ്ലസ് 2 കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 3 കോട്ട് തീറ്റ എന്ന് എഴുതാം അല്ലേ. ദെൻ 2 കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്ത് എഴുതാം? ഇവിടെയുള്ള 1 ഈക്വൽ ടു സൈഡിന്റെ അപ്പുറം പോകുമ്പോൾ ദെൻ 3 കോട്ട് തീറ്റ മൈനസ് 1 എന്ന് എഴുതാലോ. ദെൻ നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ നമ്മൾ മുകളിലുള്ള 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 3 കോസ് തീറ്റ സൈൻ തീറ്റനെ നമ്മൾ എന്താക്കി മാറ്റി എഴുതി? 2 കോട്ടാണ് നമുക്ക് കാണാനുള്ളത്. സോ കോട്ടിന്റെ ടേമിലാക്കി എഴുതി. ദെൻ ഇനി നോക്കിയേ, ഇത് നമുക്ക് എന്ത് എഴുതാം? ടേംസുകളൊക്കെ ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് ഒരു ഇക്വേഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? നോക്കിക്കേ, 2 കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് 3 കോട്ട് തീറ്റ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാലോ. അതൊരു ഇക്വേഷൻ ആണ്. അപ്പോൾ ഇനി ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും തീറ്റന്റെ വാല്യൂ ഉണ്ടോ നോക്കാം. നമുക്കറിയാം കോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് പുട്ട് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 45 ആണ്. സോ നമ്മൾ 45 പുട്ട് ചെയ്ത് കൊടുക്കുക. 2 കോട്ട് സ്ക്വയർ 45 മൈനസ് 3 കോട്ട് 45 പ്ലസ് 1 എത്രയെന്ന് നോക്കിയാൽ, അതായത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പൊ എന്താണ്? 2 കോട്ട് സ്ക്വയർ 45 കോട്ട് 45 എന്താണ്? 1 ആണ്. സോ 2 into 1 minus 3 into cot 45 1 plus 1 equal to എന്താണ്? 2 minus 2 equal to 0. അതായത് ഇക്വേഷൻ എന്താണ്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഈ ഒരു ഇക്വേഷന് കോസ് 45 എന്ന തീറ്റ 45 ആവുമ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? തീറ്റയ്ക്ക് എന്ത് കൊടുക്കാം? 45 കൊടുക്കാം. സോ നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താണ്? കോട്ട് തീറ്റയാണ്. അപ്പോൾ തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും?
45 കൊടുക്കും. ദെൻ cot 45 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? 45 എന്ന് പറയുമ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഓക്കെ, ചെക്ക് വെദർ, അതായത് ഈ തീറ്റ എന്ന് പറയുന്ന വാല്യൂ എന്താ, ഈ ഇക്വേഷൻ നമ്മൾ തീറ്റയ്ക്ക് ഏതെങ്കിലും വാല്യൂ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്താക്കാൻ, ക്വസ്റ്റ്യനിൽ തീറ്റന്റെ വാല്യൂ പുട്ട് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, നമ്മൾ ആൻസർ നമ്മൾ ഓപ്ഷനിൽ എങ്ങനെയാണോ ആൻസർ തന്നിട്ടുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ വർക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. മെത്തേഡ് ഓഫ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതിന്റെ മെത്തേഡ് മാറുന്നത്. ഓക്കെ, ഇപ്പൊ നേരത്തെ നമുക്ക് എന്താ 2 tan square tan theta divided by 1 plus tan square theta പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായി. അതിലെന്താണ് സൈനിന്റെ ടേമിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടായത്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് sin 2 theta അതിനെ മാറ്റി എഴുതി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ഏത് രീതിയിലാണുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. നമ്മളെ മെത്തേഡ് ഓഫ് വർക്ക് ആൻസറിന് സ്വഭാവത്തിനനുസരിച്ചാണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the value of tan theta equal to 4/3, then which of the following is correct value? Value of 3 sin theta plus 2 cos theta divided by 3 sin theta minus 2 cos theta. അപ്പോൾ നോക്കിയാൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? tan theta equal to 4/3 എന്നാണ് തന്നിട്ടുള്ളത്. എന്താണ് tan theta? tan theta എന്ന് പറയുന്നത് എന്താണ്? sin theta by cos theta. അപ്പോൾ sin to cos എന്ന് പറയുന്നത് റേഷ്യോ എന്ന് പറയുന്നത് 4/3 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? sin theta equal to 4, cos theta equal to 3 എന്ന് എഴുതാം. സോ നമുക്ക് sin തീറ്റേന്റെയും cos തീറ്റേന്റെയും വാല്യൂ കിട്ടിയാൽ ഡയറക്റ്റ് നമുക്ക് ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താ വരിക? ഇക്വേഷൻ എന്താ തന്നിട്ടുള്ളത്? 3 sin theta, അതായത് 3 into sin theta എത്രയാണ്? 4. 3 into 4 plus 2 into cos theta എത്രയാ? 3. 2 into 3 divided by 3 into sin theta എത്രയാണ്? 4. 3 into 4 minus 2 into cos theta എന്ന് പറയുമ്പോൾ 3. Okay, then 3 into 4 then നമുക്ക് എന്ത് എഴുതാം? 3 into 4 12 plus 6 divided by 12 minus 6. 12 plus 6 പറയുമ്പോൾ 18. 12 minus 6 എന്ന് പറയുമ്പോൾ 6. 18/6 എന്ന് പറയുന്നത് 6 3 18. ഓക്കെ, then answer is, ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണിക്കാം. നോക്കിക്കേ, tan തീറ്റ എന്ന് പറയുന്നത് 4/3 ആണ് തന്നിട്ടുണ്ട്. സോ tan എന്ന് പറയുന്നത് sin to cos റേഷ്യോ ആണ്. sin തീറ്റ ബൈ cos തീറ്റ ആണ് 4/3 എന്ന് പറയുന്നത്. സോ sin തീറ്റ 4ഉം cos തീറ്റ 3 ആണെന്ന് പറയാം. Now put the value of sin theta and cos theta in the equation of 3 sin theta plus 2 cos theta divided by 3 sin theta minus 2 cos theta. Then we put the value, then we get the answer as 18/6. That means final answer is 3. Okay. Then next question. If the value of tan 15 degree is 2 minus root 3, then what is the value of tan 50 degree cot 75 degree plus tan 75 degree into cot 50 degree? Okay.
അപ്പൊ നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? സോ തന്നിട്ടുള്ളത് tan 15 എന്ന് പറയുന്നത് 2 - √3 തന്നിട്ടുള്ളത്. tan 15 പ്ലസ് tan 75 ഇൻറ്റു cot 50 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ കോട്ടിനെ നമുക്ക് മാറ്റിയിട്ട് എഴുതാം. എങ്ങനെയാ? tan 15 വാല്യൂ നമുക്കറിയാം. അപ്പൊ കോട്ടിന്റെ വാല്യൂ അല്ലേ അറിയാത്തത്. അപ്പൊ കോട്ടിനെ നമ്മൾ ഇതിലേക്ക് മാറ്റും, ടാനിന്റെ ടേമിലേക്ക് മാറ്റും. ഇങ്ങനെ നമ്മൾ കോട്ടിനെ ടാനിന്റെ ടേമിലേക്ക് മാറ്റുക. കോട്ട് 70 നമ്മൾ എന്ത് ചെയ്തു? കോട്ട് 75 കോട്ട് 90 - 15 എഴുതും. ഓക്കെ, അപ്പൊ 75 ആണല്ലോ. ദെൻ tan 75 നമ്മൾ അങ്ങനെ എഴുതും, tan 90 - 15 എഴുതും. ദെൻ ബാക്കി എന്താണുള്ളത്? സോറി, നമുക്ക് അറിയുന്നത് ടാനിൻ്റെതാണ്. അപ്പൊ കോട്ടിനെയൊക്കെ നമ്മൾ എന്തിലേക്ക് മാറ്റുകയാണ്? ടാനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, sorry for the delay. Then tan 50 into then നമുക്ക് എന്താ ഉള്ളത്? കോട്ട് 75 നമ്മൾ എന്ത് ചെയ്തു? കോട്ട് 90 - 15 എഴുതും. then നമുക്ക് എന്താ ഉള്ളത്? പ്ലസ് tan 75 നമ്മൾ എന്ത് ചെയ്തു? tan 90 - 15 cot 15 എഴുതും. ഓക്കെ, then നോക്കിക്കേ, tan 50 cot 90 - 15 എന്ന് പറയുമ്പോൾ tan 15. then tan 90 - 15 എന്ന് പറയുമ്പോൾ എന്താണ്? cot 15 into cot 15. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ tan 50 into tan 50 എന്താണ്? tan സ്ക്വയർ 15 പ്ലസ് cot സ്ക്വയർ 15. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് tan 15 എന്ന് പറയുന്നത് എത്രയാണ്? 2 - √3 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? tan 50 എന്ന് പറയുന്നത് 2 - √3 ആണ് തന്നിട്ടുള്ളത്. നമ്മൾ ഇപ്പൊ എന്ത് എഴുതി?
നമ്മൾ ആ ക്വസ്റ്റ്യനെ മാറ്റിയിട്ട്, അതായത് tan 15 ഡിഗ്രി പ്ലസ് tan 50 ഡിഗ്രി ഇൻറ്റു cot 75 ഡിഗ്രി പ്ലസ് tan 75 ഡിഗ്രി ഇൻറ്റു cot 50 ഡിഗ്രി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? tan സ്ക്വയർ 50 ഡിഗ്രി പ്ലസ് cot സ്ക്വയർ 15 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, tan 15 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? tan 15 ഡിഗ്രി എന്ന് പറയുന്നത് 2 മൈനസ് √3 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ cot 15 എത്രയാണെന്നാണ് നമുക്ക് അറിയാത്തത്. ഓക്കെ, അപ്പൊ ടാനും കോട്ടും തമ്മിലുള്ള റിലേഷൻ എന്താ? tan എന്ന് പറയുമ്പോൾ എന്താണ്? 1/cot ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പൊ tan എന്ന് പറയുന്നത് 2 മൈനസ് √3 ആണെന്നുണ്ടെങ്കിൽ cot എന്തായിരിക്കും? cot എന്ന് പറയുന്നത് എന്താണ്? cot എന്ന് പറയുമ്പോൾ 1/2 മൈനസ് √3 ആണ്. അപ്പോൾ 1/2 മൈനസ് √3 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഒരു ഡിജിറ്റ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ആൻസർ തന്നിട്ടുള്ളത്. സോ ആൻസറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഇതിനെ മാറ്റി എഴുതണം. അപ്പൊ നമ്മൾ എങ്ങനെ മാറ്റി എഴുതാൻ നോക്കാം. അപ്പോൾ tan 50 ഡിഗ്രി എന്ന് പറയുമ്പോൾ 2 മൈനസ് √3 ആണ്. അത് നമുക്കറിയുന്ന കാര്യമാണ്. പ്ലസ് cot 15 ഡിഗ്രി എന്ന് പറയുന്നത് 1/2 മൈനസ് √3 ആണ്. ഈ 1/2 നമ്മൾ ആൻസർ കിടക്കുന്നത് 14, 13, 21, 14 മൈനസ് 14 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ടേം ഈ ഒരു ഫോമിൽ നിന്ന് നമുക്ക് എന്ത് സാധാ നമ്മൾ ഡിജിറ്റിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ദെൻ 1/2 മൈനസ് √3 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ ഇൻറ്റു 2 പ്ലസ് √3 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ചെയ്യാം. നമുക്കറിയാം a മൈനസ് പി ഇൻറ്റു a പ്ലസ് പി എന്താ? a സ്ക്വയർ മൈനസ് പി സ്ക്വയർ ആണ്. അപ്പോൾ ഇതിന് √3 സ്ക്വയർ ചെയ്താൽ എന്താവും? 3 ആവും അല്ലേ? നമ്മൾ ഡിജിറ്റിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? 2 പ്ലസ് √3 കൊണ്ട് താഴെയും മുകളിലും എന്താക്കും? സോറി, എന്തിനാണ് റൂട്ട് ഇല്ല കേട്ടോ. 2 പ്ലസ് √3 നമ്മൾ മുകളിലും താഴെയും എന്താ ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടുക? ടാൻ്റെ വാല്യൂ ഞാൻ ഇവിടുന്ന് മാറ്റാണ്. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു എന്താണ്? 2 പ്ലസ് √3 ഡിവൈഡഡ് ബൈ a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്താണ്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇവിടെ a എന്ന് പറയുന്നത് എത്രയാണ്? a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്ന് പറയുമ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ദെൻ ഇവിടെ a എന്ന് പറയുന്നത് എന്താണ്? 2ഉം b എന്ന് പറയുന്നത് √3 ആണ്. ഓക്കെ, അപ്പോൾ a സ്ക്വയർ പറയുമ്പോൾ 2 സ്ക്വയർ മൈനസ് b എന്ന് പറയുമ്പോൾ √3 സ്ക്വയർ. ഓക്കെ, ടു പ്ലസ് √3 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ 4 മൈനസ് √3 സ്ക്വയർ എത്രയാണ്? 3. 4 മൈനസ് 3 എന്ന് പറയുമ്പോൾ 1 ആണല്ലോ. അപ്പോൾ 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിപ്പോ? cot θ എന്ന് പറയുന്നത് cot 15 എന്ന് പറയുന്നത് എന്താണ്? cot 15 ഡിഗ്രി എന്ന് പറയുന്നത് 2 പ്ലസ് √3 ആണ് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് കിട്ടിയത് അതാണ്. ദെൻ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? cot 15ന്റെ വാല്യൂ 2 പ്ലസ് √3 കിട്ടി. tan 15ൻ്റെത് 2 മൈനസ് √3 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ ഇനി ഇക്വേഷനിൽ പുട്ട് ചെയ്തിട്ട് വാല്യൂ കാണാം. അപ്പൊ നമുക്ക് ഇക്വേഷനിൽ പുട്ട് ചെയ്യാം. tan സ്ക്വയർ 50 എന്ന് പറയുമ്പോൾ 2 മൈനസ് √3 സ്ക്വയർ പ്ലസ്
കോഡ് സ്ക്വയർ 15 എന്ന് പറയുമ്പോൾ 2 പ്ലസ് √3 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയറും എ പ്ലസ് ബി ഹോൾ സ്ക്വയറും. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയുന്ന കാര്യമാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ദെൻ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് നമ്മൾ എന്ത് മാറ്റുകയാണ്? 2 മൈനസ് √3 ഹോൾ സ്ക്വയർ പ്ലസ് 2 പ്ലസ് √3 ഹോൾ സ്ക്വയറിന് മാറ്റി എഴുതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ്. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ √3 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 2 ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ √3 പ്ലസ് നെക്സ്റ്റ് ടൈം നോക്കിക്കാൻ. നെക്സ്റ്റ് ടൈമിൽ 2 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ √3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ 2, ബി എന്ന് പറയുമ്പോൾ √3. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ഇവിടെ നോക്കിക്കേ, ഈ ഒരു ടേം നോക്കിക്കേ. 2 ഇൻറ്റു 2 മൈനസ് 2 ഇൻറ്റു മൈനസ് ഓഫ് 2 ഇൻറ്റു 2 √3 ദെൻ പ്ലസ് 2 ഇൻറ്റു 2 √3. രണ്ട് ടേമും സെയിം ആണ്, ക്യാൻസൽ ഔട്ട് ആയിപ്പോയി. ദെൻ ബാക്കി എന്താ ഉള്ളത്? 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 പ്ലസ് √3 സ്ക്വയർ പറയുമ്പോൾ 3. ദെൻ നെക്സ്റ്റ് എന്താ ഉള്ളത്? 2 സ്ക്വയർ 4 പ്ലസ് √3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3. ദെൻ 4 പ്ലസ് 4 8, 3 പ്ലസ് 3 പ്ലസ് 6, 8 പ്ലസ് 6 എന്ന് പറയുന്നത് 14. ഫൈനൽ ആൻസർ ഈസ് 14. ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ tan 15 ഡിഗ്രി ഇൻറ്റു കോട്ട് 15 ഡിഗ്രി tan 75 ഡിഗ്രി കോട്ട് 15 ഡിഗ്രി. അപ്പോൾ നമ്മൾക്ക് ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് കോട്ട് 75ഉം tan 75 ആണ്. നമ്മളെ കയ്യിൽ എന്തുണ്ട്? tan 15 ഉണ്ട്. tan 15 ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് കോട്ട് 50 നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും. അപ്പോൾ ഈ കോട്ടിനെയും ടാനിനെയും എന്താക്കണം? 15ന്റെ ടൈമിലേക്ക് മാറ്റി എഴുതാം. അതാണ് നമ്മൾ കോട്ടിനെ എന്ത് എഴുതി? tan 90 മൈനസ് കോട്ടിനെ നമ്മൾ എന്ത് എഴുതി? കോട്ട് 90 മൈനസ് കോട്ട് 75നെ കോട്ട് 90 മൈനസ് 15 എഴുതി. നമ്മൾ എന്താ എഴുതിയത്? കോട്ട് 75നെ കോട്ട് 90 മൈനസ് 15 എന്നും tan 75നെ tan 90 മൈനസ് 15 എഴുതി. ഓക്കെ, tan 90 മൈനസ് 15 എഴുതി. അപ്പൊ നമുക്ക് എന്ത് എഴുതി? കോട്ട് 90 മൈനസ് 15 എന്ന് പറയുമ്പോൾ tan 15 ആണെന്ന് കിട്ടി. ദെൻ tan 90 മൈനസ് 15 എന്ന് പറയുമ്പോൾ എന്താണ്? കോട്ട് 15 ആണ്. ഓക്കെ, അപ്പോൾ എന്തായി? tan സ്ക്വയർ 15 കോഡ് സ്ക്വയർ 15ലേക്ക് മാറി. സോ നമുക്ക് എന്താണ്? നമ്മുടെ അടുത്തുള്ള വാല്യൂസ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫൈനൽ ആയിട്ട് എന്ത് കിട്ടി? ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? tan 15 ഡിഗ്രി ഇൻറ്റു കോട്ട് 75 ഡിഗ്രി പ്ലസ് tan 75 ഡിഗ്രി ഇൻറ്റു കോട്ട് 15 ആണ് നമ്മൾ എന്തേന്ന് മാറ്റി എഴുതിയത്? tan സ്ക്വയർ 15 പ്ലസ് കോട്ട് സ്ക്വയർ 15 മാറ്റി എഴുതിയത്. ദെൻ tan 15 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 1 മൈനസ് √3 ആണ് തന്നിട്ട് 2 മൈനസ് √3 ആണ് തന്നിട്ടുണ്ട്. സോ കോട്ട് 15 എന്ന് പറയുമ്പോൾ 1/2 മൈനസ് √3. ദെൻ 1/2 മൈനസ് √3 നമ്മൾ എന്ത് എഴുതി? മുകളിലെയും താഴെയും 2 പ്ലസ് √3 കൊണ്ടിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 പ്ലസ് √3 ഇൻറ്റു 2 മൈനസ് √3 ഇൻറ്റു 2 പ്ലസ് √3 ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്ത്? റെഡ്യൂസ് ചെയ്തിട്ട് കോട്ട് 15 എന്ന് പറയുന്നത് 2 പ്ലസ് √3 ആണ് മാറ്റി എഴുതി. ഇതെന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ വാല്യൂ കണ്ടത്. ഓക്കെ, അപ്പം ദെൻ നമുക്ക് എന്ത് കിട്ടി?
ടാനിന്റെയും കോട്ടിന്റെയും വാല്യൂ നമ്മൾ കിട്ടി. ദെൻ ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുത്ത് ഇക്വേഷനിൽ സ്ക്വയർ ചെയ്തു. എ മൈനസ് ബി ഹോൾ സ്ക്വയറും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab plus 2 square a square plus b square plus 2ab. Then plus 2ab minus 2ab cancel ആയി പോയി. Then ബാക്കി 4 plus 4 8. 8 plus 3 plus 3 6 equal to 14 ഫൈനൽ ആൻസർ കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? Which of the following is correct relation between A and B if A tan 11 degree into tan 29 degree and A equal to tan 11 into tan 90 degree, then B equal to 2 cot 61 degree cot 79 degree ആണ്. ഓക്കെ, അപ്പൊ എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എ ബൈ ബി കണ്ടു നോക്കാം. എ എന്ന് പറയുന്നത് എന്താണ്? ടാൻ 11 ഡിഗ്രി ഇൻറ്റു ടാൻ 29 ഡിഗ്രി. ദെൻ ബി എന്ന് പറയുന്നത് 2 cot 61 ഇൻറ്റു cot 79 ആണ്. ദെൻ എ ബൈ ബി ഈക്വൽ ടു ടാൻ 11 ഇൻറ്റു ടാൻ 29 ഡിവൈഡഡ് ബൈ 2. cot 61 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? cot 61 എന്ന് പറയുമ്പോൾ 90 മൈനസ് cot 90 മൈനസ് 29. ദെൻ cot 79 നമ്മൾ എന്ത് എഴുതും? cot 90 മൈനസ് 11 എന്ന് എഴുതും. ഓക്കെ, ദെൻ ടാൻ 11 ടാൻ ഇൻറ്റു ടാൻ 29 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു cot 90 മൈനസ് 29 പറയുമ്പോൾ ടാൻ 29. ദെൻ cot 90 മൈനസ് 11 എന്ന് പറയുമ്പോൾ ടാൻ 11. സോ ടാൻ 11 ടാൻ 11 ക്യാൻസലായി, ടാൻ 29 ടാൻ 29 ക്യാൻസലായി. ദെൻ ഫൈനലായിട്ട് നമുക്ക് എന്ത് കിട്ടി? നമ്മൾ കണ്ടത് എന്താണ്? എ ബൈ ബി ആണ്. ദെൻ എ ബൈ ബി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. സോ എ ഈക്വൽ ടു അല്ലെങ്കിൽ സോ ബി ഈക്വൽ ടു 2a എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ 2a ഈക്വൽ ടു ബി. അതാണ് ഫൈനൽ ആൻസർ. ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണിക്കാം. നോക്കിക്കേ, നമുക്കുള്ളത് ടാൻ എ എന്ന് പറയുന്നത് ടാൻ 11 ടാൻ 29 ആണ്. ദെൻ ബി എന്ന് പറയുന്നത് 2 cot 61 cot 79 ആണ്. നമ്മളോട് എ ആൻഡ് ബി റിലേഷൻ ആണ് കാണാൻ പറഞ്ഞത്. സോ നമ്മൾ എ ഡിവൈഡഡ് ബൈ ബി കണ്ടു. ദെൻ ടാൻ 11 ടാൻ 29 അതുപോലെ വെച്ചിട്ട് ദെൻ cot 61 ടാനിന്റെ ടേമിലേക്ക്, കോട്ടിനെ നമ്മൾ എന്തിലാക്കുക? ടാനിന്റെ ടേമിലാക്കുക, അല്ലെങ്കിൽ ടാനിനെ കോട്ടിന്റെ ടേമിലാക്കുക. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എന്താവുള്ളൂ? ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് പോവുള്ളൂ. സോ നമ്മൾ ബി ടേമിലെ കോട്ടിനെ ടാനിന്റെ ടേമിലേക്ക് മാറ്റാണ്. സോ 61 90 മൈനസ് 29 എഴുതി, കോട്ടിനെ 90 മൈനസ് 11 എഴുതി. സോ രണ്ടും ടാനിലേക്ക് കൺവേർട്ടഡ് ആയി. കോട്ട് 90 മൈനസ് 29 ടാൻ 29 ആയിട്ടും കോട്ട് 90 മൈനസ് 11 ടാൻ 11 ആയിട്ടും കൺവേർട്ടഡ് ആയി. സോ നമ്മൾ എന്താ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള ടേംസ് എന്ന് പറയുന്നത് ടാൻ 11 ടാൻ 29 ആണ്. രണ്ടും ക്യാൻസൽ ആയി. ദെൻ എന്താണ്? 1/2 ബാക്കി. ദാറ്റ് മീൻസ് എ ബൈ ബി ഈക്വൽ ടു 1/2. ദെൻ എന്ത് കിട്ടി നമുക്ക്? 2a ഈക്വൽ ടു ബി എന്ന ആൻസർ കിട്ടി, ഫൈനൽ ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. If sin theta into cos theta equal to 1/2, what is the value of sin theta minus cos theta? Okay.
ഇവിടെ നോക്കിയേ, നമുക്ക് തന്നിട്ടുള്ള വാല്യൂ എന്താണ്? സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ നമുക്ക് അറിയുന്നത് അത് 1/2 ആണ് തന്നിട്ടുണ്ട് ആണല്ലോ. നമുക്കറിയാം സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഏതിന്റെ ഇക്വേഷൻ ആണ്? സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. പക്ഷെ ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റ മാത്രമേ ഉള്ളൂ. 2 എന്താണ്? മിസ്സിംഗ് ആണ് അല്ലേ? അപ്പൊ നോക്കിയേ, നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഞാൻ പറഞ്ഞു, തന്നിട്ടുള്ളത് സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു 1/2 എന്നാണ്. ഈ 2 ഒന്ന് കൺവേർട്ട് ചെയ്ത് ഇക്വേഷന്റെ അപ്പുറത്ത് കൊണ്ടുപോയി നോക്കിയേ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്താണ്? സൈൻ 2 തീറ്റ ആണ് ആണല്ലോ. ഓക്കെ, സൈനിന്റെ ഏത് വാല്യൂ ആണ് 1 ആയിട്ട് വരുന്നത്? സൈനിന്റെ വാല്യൂക്ക് തീറ്റ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിലാണ് എന്ത് 1 വരുന്നത്. തീറ്റ എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് എഴുതാലോ. ദെൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ എന്ന് പറയുന്നത് 90 മൈനസ് 90 ഡിവൈഡഡ് ബൈ 2 ആണ്. തീറ്റ ഈക്വൽ ടു 90/2 ഈക്വൽ ടു 45 ഡിഗ്രി ആണ്. അപ്പൊ തീറ്റന്റെ വാല്യൂ 45 ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടു. ദെൻ നമുക്ക് കാണാനുള്ളത് എന്താണ്? ഇക്വേഷൻ എന്താണ് കാണാനുള്ളത്? നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ക്വസ്റ്റ്യനിൽ എന്താണ് എന്തിന്റെ വാല്യൂ കാണാനാണ്? സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ കാണാനാണ് നമ്മളോട് പറഞ്ഞത്. സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. അപ്പോൾ സൈൻ 45 എന്താണ്? √2. Then cos 45 sin 1/√2. Then answer is 0. Okay. ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണിക്കാം. നമുക്ക് തന്നിട്ടുള്ളത് സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു 1/2 ആണെന്ന് തന്നു. 2നെ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ നമുക്ക് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടി. 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു 1. ഇവിടെ ഇപ്പോൾ ഓൺ മൾട്ടിപ്ലൈ ബൈ ബോത്ത് സൈഡ് ബൈ 2 എന്ന് പറയുന്നതും ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞതും സെയിം ആണ്. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സിംപ്ലി ആയിട്ട് ഈക്വൽ ടു സൈഡിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറയുന്നത്. ശരിക്കും അത് എന്ന് പറയുന്നത് എന്താണ്? ഓൺ മൾട്ടിപ്ലൈ ബോത്ത് സൈഡ് ബൈ 2 എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ സിംപ്ലി പറയുന്നതാണ് എന്ത്? ഒരു ടേമിന് ഈക്വൽ ടു സൈനിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവുക? ഡിവിഷൻ ഉള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആവുക, അല്ലെങ്കിൽ അഡീഷൻ ഉള്ളത് ഈ സബ്സ്ട്രാക്ഷൻ ആവുക, ഡിവിഷൻ ഉള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആവുക എന്നൊക്കെ പറയുന്നത് എന്താണ്? ആ ഒരു സൈഡിൽ, ഒരു ഈക്വൽ ടു സൈഡിന്റെ സൈഡിൽ ആ ഒരു പ്രോസസ്സ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ദെൻ നമുക്ക് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ദെൻ സൈൻ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ 2 തീറ്റ ആണ്. ദെൻ സൈൻ 2 തീറ്റ ഈക്വൽ ടു 1. സൈനിന്റെ വാല്യൂ 1 വരുന്നതെന്നുണ്ടെങ്കിൽ തീറ്റ എന്തായിരിക്കും? 90 ആണ്. സോ 2 തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടി. സോ തീറ്റ ഈക്വൽ ടു 45. ദെൻ വി പുട്ട് ദ വാല്യൂ ഓഫ് തീറ്റ in the equation and we find the result.
നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു. Then theta എന്ന് പറയുന്നത് 45. സോറി, തീറ്റ എന്ന് പറയുന്നത് 45 ആയതുകൊണ്ട് സൈനും കോസിനും സെയിം വാല്യൂ ആണ്. ദെൻ നെക്സ്റ്റ്, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താന്ന് നോക്കാം. If the value of sin theta plus 30 is 3/12. Next question എന്ന് പറയുന്നത് എന്താണ്? If the value of sin theta plus 30 is 3/12, then what is the value of cos square theta എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ sin theta plus 30 നമുക്ക് എന്ത് എഴുതാം? എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? sin theta plus 30 equal to എന്താണ് തന്നിട്ടുണ്ട്? 3/√12 ആണ് തന്നിട്ടുണ്ട്. നോക്കിക്കേ, √12 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 12 എന്ന് പറയുന്നത് 3 into 4 ആണല്ലോ. സോ 4ന് സ്ക്വയർ റൂട്ട് ഉണ്ടല്ലോ. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 4നെ പുറത്തേക്ക് എടുത്തിട്ട് √4 എന്താണ്? സോറി, ഞാൻ പറയാം. √12നെ √3 into 4 എന്ന് എഴുതി. ദെൻ √3 into √4 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 3/√3 into √4 എത്രയാ? 2. അപ്പൊ 3/2 √3 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഈ മുകളിലുള്ള 3 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നോക്കിക്കേ, നമുക്ക് എന്താ ലാസ്റ്റ് കിട്ടിയത്? 3/2 √3 എന്നാണ് കിട്ടിയത്. ദെൻ 3നെ നമ്മൾ എന്ത് ചെയ്തും? √3 into √3 എന്താ? √3 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 3 ആയിരിക്കും. അപ്പൊ 3നെ നമ്മൾ എന്താ? √3 into √3 എന്ന് എഴുതി. ദെൻ 2 √3 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ √3യും √3യും ക്യാൻസൽ ആയി. ബാക്കി നമുക്ക് എന്താ വന്നത്? സൈൻ ബാക്കി നമുക്ക് എന്താ ഉള്ളത് ഇവിടെ? √3/2 എന്നാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ 3/12 എന്ന് പറയുന്നത് എന്താണ്? √3/2 ആണെന്ന് കണ്ടു ആണല്ലോ. ദെൻ സൈൻ തീറ്റ പ്ലസ് 30 ആണ് എന്ത്? √3/2. അതായത് നമുക്ക് സൈൻ ഓഫ് സം ആംഗിൾ എന്ന് പറയുന്നത് √3/2 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ആംഗിൾ ഈക്വൽ ടു എന്താന്ന് എഴുതാം? നമുക്ക് 60 ഡിഗ്രി ആണെന്ന് എഴുതിക്കൂടെ? സൈൻ 60 ആണ് എന്ത്? √3/2. സോ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 60 മൈനസ് 30 ഈക്വൽ ടു എന്താണ്? 30 ഡിഗ്രി ആണെന്ന് എഴുതാം. സോ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്? കോസ് സ്ക്വയർ എന്ത് കാണാനാ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? നോക്കിയേ, തീറ്റ 30 ഡിഗ്രി നമ്മൾ കണ്ടു. ദെൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? കോസ് സ്ക്വയർ തീറ്റ കാണാനാണ്. ദെൻ തീറ്റ നമുക്ക് എന്ത് കിട്ടി? 30 ഡിഗ്രി ആണെന്ന് കിട്ടി. ദെൻ ക്വസ്റ്റ്യനിൽ പുട്ട് ചെയ്ത് കൊടുത്താൽ കോസ് സ്ക്വയർ 30 എന്ന് പറയുന്നത് എന്താണ്? കോസ് 30 എന്താണ്? 1/2 സ്ക്വയർ. സോ ആൻസർ ഈസ് 1/4. ഓക്കെ, ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണിക്കാം.
നമുക്ക് സൈൻ തീറ്റ പ്ലസ് 30 3/12 ആണെന്നാണ്. 3/12 നമ്മൾ എന്താ എഴുതി 3/√12 √12 എന്ന് പറയുന്നത് √3 × √4 ആണ്. സോ √4 പുറത്തേക്ക് വന്നിട്ട് √4 √3 ബാക്കി. ദെൻ മുകളിലെ 3നെ നമ്മൾ √3 × √3 എന്ന് എഴുതി. ബാക്കി √12നെ നമ്മൾ എന്ത് എഴുതി √3 എന്ന് എഴുതി. ദെൻ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഓരോ √3 ക്യാൻസലായി ഫൈനൽ √3/2 എന്ന് കിട്ടി. ദെൻ സൈൻ തീറ്റ പ്ലസ് 30 ഡിഗ്രി √3/2 എന്ന് കിട്ടി. സോ സൈൻ √3/2 എന്ന് പറയുന്നത് സൈനിന്റെ എന്തിന്റെ വാല്യൂ ആണ് സൈൻ 60 ആണ്. സോ തീറ്റ പ്ലസ് 30 സൈൻ 60 ആണ്, തീറ്റ 30 ആണെന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻസർ നമുക്ക് കിട്ടിയ വാല്യൂ ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചത് സ്ക്വയർ തീറ്റ കാണാനാണ്. സോ തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. സോ 1/2 സ്ക്വയർ എന്ന് പറയുന്നത് 1/, സോറി cos 30 എന്ന് പറയുന്നത് എത്രയാണ്, സോറി ഇതിൽ തെറ്റിപ്പോയതാണ്, ഞാൻ സൈനിന്റെ ഓർമ്മയിലാണ് പറഞ്ഞത്. cos 30 എന്ന് പറയുന്നത് എന്താണ്, cos 30 ഡിഗ്രി പറയുന്നത് എന്താണ് √3/2 ആണ്. ദെൻ cos സ്ക്വയർ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്ത് വരും, നമുക്ക് √3/2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3/4 ആണ് ആൻസർ. സോറി ഞാൻ മാറി പറഞ്ഞതാണ്, സൈനിന്റെ നമ്മൾ ക്വസ്റ്റ്യൻ സൈനിന്റെ ടേമിൽ ആയതുകൊണ്ട് ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്, സോറി. നമുക്ക് cos 30 എന്ന് പറയുമ്പോൾ സൈൻ 30 ആണ് 1/2, cos 30 പറയുമ്പോൾ √3/2 ആണ്. ഓക്കെ, സോറി ഫോർ ദ മിസ്റ്റേക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the value of cos square theta minus 4√3 cos theta plus 3 equal to 0, then what is the value of theta എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള ടേംസ് ഏതൊക്കെയാണ്, ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് കോസിന്റെ ടേമിലാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ആൻസർ ഉള്ളത് തീറ്റകൾ, അതായത് 60 30 45. നമുക്ക് ഫെമിലർ ആയിട്ടുള്ള എന്താണ് തീറ്റന്റെ വാല്യൂസ് ആണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. ദെൻ ക്വസ്റ്റ്യനിലുള്ളത് എന്ന് പറയുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്നത് കോസിനാണ്. ഇപ്പൊ cos 60 എന്താണെന്ന് അറിയാം, cos 30 എന്താണെന്ന് അറിയാം, cos 45 എന്നറിയാം. അപ്പോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ആൻസറിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ വേറൊരു ഫോമിലേക്ക് മാറ്റി ടൈം കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്താണ്, നമുക്ക് വാല്യൂസ് ജസ്റ്റ് പുട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പൊ എന്താണ്, നമുക്ക് cos 60 cos 30 cos 45 ഒക്കെ എന്താണെന്ന് അറിയാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രയലായിട്ട് ഓരോന്ന് വാല്യൂസ് പുട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും എന്താണ് ആൻസർ. അപ്പോൾ നമുക്ക് സയൻസ് ഫസ്റ്റ് എന്താണ് 60ലേക്ക് നോക്കാം. അപ്പൊ 4 cos സ്ക്വയർ 60 എന്ന് പറയുമ്പോൾ 1/4 അല്ലെ, cos തീറ്റ cos 60 എന്ന് പറയുമ്പോൾ 1/2 1/2 സ്ക്വയർ 1/4 മൈനസ് 4 × √3 cos തീറ്റ എന്ന് പറയുമ്പോൾ cos 60 എന്താണ് 1/2 ആണ്, പ്ലസ് 3. നോക്കിയേ, ഇവിടെ ഇപ്പൊ നമുക്ക് ഒരു ഇതെന്ന് പറയുന്നത് 0 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ 1 ആണ്, ഇതിന്റെ വാല്യൂ കൂടി 1 ആയെങ്കിൽ എന്ത് വരുള്ളൂ, നമുക്ക് 0 കിട്ടുള്ളൂ ആണല്ലോ. ഇതിപ്പോ എന്തായാലും 4√3 / 1/2 എന്ന് പറയുന്നത് 1 അല്ല, പിന്നെ എക്സ്ട്രാ ഇവിടെ ഒരു പ്ലസ് 3 കൂടി ഉണ്ട്. അപ്പൊ ഈ ടേം ഒരിക്കലും 0 ആയി പോകുന്നില്ല. അപ്പോൾ 60 അല്ല ആൻസർ എന്നുള്ളത് നമുക്ക് കൺഫേംഡ് ആയി. ദെൻ 30 പുട്ട് ചെയ്ത് നോക്കുന്നു. ദെൻ 4, അതായത് cos 30 എന്താണ് √3/2 √3/2 സ്ക്വയർ എന്ന് പറയുമ്പോൾ √3 സ്ക്വയർ 3/2 സ്ക്വയർ 4 മൈനസ് 4√3 × cos തീറ്റ എന്ന് പറയുന്നത് എന്താണ്
√3/2 പ്ലസ് 3. നോക്കിയേ ഇവിടെ 4ഉം 4ഉം ക്യാൻസലായി. 3 മൈനസ് 4 ഇൻറ്റു ഇവിടെ നോക്കിയേ √3 ഇൻറ്റു √3. അപ്പം എന്ത് എഴുതാം? 3 എന്ന് എഴുതാലോ. ഡിവൈഡഡ് ബൈ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 3 ഉണ്ട്. 2ഉം 4ഉം ക്യാൻസലായിട്ട് എന്താവും? ഇവിടെ ഒരു 2 വരും. അപ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടും? 3 മൈനസ് 2 ഇൻറ്റു 3 എന്താണ്? 2 ഇൻറ്റു 3 6. ഇവിടെ ഒരു പ്ലസ് 3യും കൂടി ഉണ്ട്. -6 പ്ലസ് 3 എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ? 3 മൈനസ് 6ക്ക് പ്ലസ് 3 വരുമ്പോൾ -3. സോ 3 മൈനസ് 3 ഈക്വൽ ടു ആൻസർ 0. അപ്പോൾ തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രിയിൽ എന്താണ്? ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇക്വേഷൻ എന്താണ്? ഒബേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആൻസർ എന്താണെന്ന് പറയാം? തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി ആണെന്ന് പറയാം. ഓക്കെ, നമ്മൾ പോസിബിലിറ്റി നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൻസറിലേക്ക് എത്തുന്നത്. ഫുള്ളായിട്ട് നമ്മൾ Y to Z വരേക്കും നമ്മൾ സ്റ്റെപ്സുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു മൈൻഡ് കണക്കിൽ നമുക്ക് എന്താ അതിലേക്ക് വരുമോ എന്നുള്ളൊരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ, ദെൻ ഞാൻ കാണിക്കാം. സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് കാണിക്കാം. ഇതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ആദ്യം തീറ്റയ്ക്ക് എന്താണ് ദെൻ 60 കൊടുക്കുമ്പോൾ 4 ഇൻറ്റു 1/2² 4 ഇൻറ്റു √3 1/2 പ്ലസ് √3. ഇവിടെ ഇപ്പം നമുക്ക് ഈ √3 എന്തായാലും ഒരു ഡിജിറ്റിന്റെ ടേമിലേക്ക് ആയെങ്കിൽ എന്താവുള്ളൂ? 0യിലേക്ക് വരും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ എന്തായാലും അത് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? അത് സ്കിപ്പ് ചെയ്യാം. ദെൻ നെക്സ്റ്റിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? തീറ്റയ്ക്ക് എന്ത് ചെയ്തു? 30. ഇവിടെ നോക്കിയ സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. വെറുതെ ടൈം കൺസ്യൂമിങ് ആവും. ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ, ഈ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാം. ഇവിടുന്ന് ഒരിക്കലും അത് 0യിലേക്ക് അപ്രോച്ച് ചെയ്യൂല എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. ദെൻ അത് വിട്ടിട്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് 30 ഡിഗ്രി ചെയ്ത് കൊടുക്കുന്നതാണ്. ദെൻ 30 ഡിഗ്രിയിൽ നമുക്ക് എന്താണ് അത് 0യിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് കൺഫേം ചെയ്ത് സോ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ ആൻസർ ഈസ് 30 ആണെന്ന് നമ്മൾ ദയവായി കൺഫേം ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is correct value of cos square 55 degree plus cos square 35 degree plus sin square 65 degree plus sin square 25 degree? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? cos square 55 degree plus cos square 35 degree plus sin square 65 degree plus sin square 25 degree. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ cos square 55 ഉണ്ട്, sin square 65 ഉണ്ട്. ഈ cos square 55ലേക്ക് ഒരു sin square 55 വന്നിട്ടുണ്ടെങ്കിൽ cos square 55 plus sin square 55 എന്താവും? 1 ആവും. അപ്പൊ അതിനൊരു sin square 55 കൊണ്ടുവരാനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പൊ cos square 35 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സയൻസ് എന്ത് നമുക്ക് സൈൻ എങ്ങനെ എഴുതാം? നോക്കിക്കേ, cos square 35 നമുക്ക് എന്ത് എഴുതാം? cos square 90 minus 55 degree എന്ന് എഴുതാലോ. സോ cos square 90 minus 55 degree എന്ന് പറയുമ്പോൾ sin square 55 degree. അപ്പൊ എന്തായി? ഈ രണ്ട് ടേമും എന്തായത്? cos square 35 sin cos square 35 എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കിട്ടി? sin square 50. നമുക്ക് ഇതിനെ മാറ്റിയിട്ട് എന്ത് എഴുതാം? ഇവിടെ sin square 55 ഡിഗ്രി ആണെന്ന് എഴുതാം. പ്ലസ് അപ്പൊ ഇവർ രണ്ടാളെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതായത് cos square
തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്താണ് 1 ആണ്. ദെൻ ഇവിടെ സൈൻ സ്ക്വയർ 65 സൈൻ സ്ക്വയർ 25. അപ്പൊ ഇവിടെ ഇപ്പൊ രണ്ടും സൈനിലാണ്. ഒന്ന് കോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതും 1 ആണെന്ന് കൺഫേം ചെയ്യാം. അപ്പൊ നമ്മൾ ഈ സൈൻ 25 square 90 minus 65. So അതാണ് cos square 65 ആണ്. അപ്പൊ എന്തായി, സൈൻ സ്ക്വയർ 65 പ്ലസ് കോസ് സ്ക്വയർ 65 ആയല്ലോ. ഇതെന്ന് പറയുന്നത് ഇതാണെന്ന് കൺഫേം ആയല്ലോ. ഓക്കെ, സൈൻ സ്ക്വയർ 65 പ്ലസ് കോസ് സ്ക്വയർ 65 എന്താണ് 1. ദെൻ നമുക്ക് ഫൈനൽ ആൻസർ 1 പ്ലസ് 1 ഈക്വൽ ടു 2. മനസ്സിലായില്ലേ? ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണിക്കാം. നോക്കിക്കേ, സ്ക്വയർ 55-നെ നമ്മൾ എന്ത് എഴുതി, 90 മൈനസ് 35 എഴുതി. 35 ഞാൻ ചെയ്തത് 35-നെ 55 ഡിഗ്രിയിലേക്ക് മാറ്റിയതാണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ 55-നെ 35 ഡിഗ്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, ഏതാണെങ്കിലും നമുക്ക് ചെയ്യുന്നതാണ്. സോ നമുക്ക് എന്ത് കിട്ടി, സൈൻ സ്ക്വയർ 35 കോസ് സ്ക്വയർ 35 രണ്ടും സൈനിന്റെയും കോസിന്റെയും ടേമിൽ കിട്ടിയപ്പോൾ നമ്മൾ പൈതഗോറൻ ഐഡന്റിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റി, ഇത് 1 ആണ്. ദെൻ നെക്സ്റ്റ് ടേം 1 ആണ്. 1 പ്ലസ് 1 2 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ നോക്കാം. If the value of tan 90 degree equal to p by q, then what is the value of sec square 81 degree divided by 1 plus cot square 81 degree? Okay. അപ്പോൾ നമുക്ക് ചെയ്യാം. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, sec square 81 degree divided by 1 plus cot square 81. എന്താണ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എന്ന് പറയുന്നത്, സിക്സ് സ്ക്വയർ ആണ്. സ്ക്വയർ 81 ഡിഗ്രി ബൈ 1 പ്ലസ് 1 നമുക്ക് എന്ത് എഴുതാം, കോസെക് സ്ക്വയർ 81 എഴുതാം. ഓക്കെ, സോറി, കോസേക്കും സേക്ക് എന്ന് പറയുന്നത് എന്താണ്, 1 ബൈ സീക്ക് എന്ന് പറയുമ്പോൾ 1 ബൈ കോസ്, ദെൻ കൊസീക്ക് എന്ന് പറയുന്നത് 1 ബൈ സൈൻ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 1 ബൈ കോസ് സ്ക്വയർ 81 ഡിവൈഡ് ബൈ 1 ബൈ സൈൻ സ്ക്വയർ 81 ആണല്ലോ. ദെൻ എന്ത് 1 ബൈ ഇതിന് നമ്മൾ എന്തായും സൈൻ സ്ക്വയർ 81 മുകളിൽ പോയിട്ട് സൈൻ സ്ക്വയർ 81 ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ 81 എന്താണ്, ദാറ്റ്സ് ഈക്വൽ ടു ടാൻ സ്ക്വയർ 81 ആണ്. ദെൻ ടാൻ സ്ക്വയർ 81 നമുക്ക് എന്ത് എഴുതാൻ പറ്റും,
ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് tan 90ന്റെ വാല്യൂ ആണ്. എന്താണ്? tan 9ന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലെ. tan 9 = p/q എന്നാണ് തന്നിട്ടുള്ളത്. tan 9 = p/q എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ എന്താ ലാസ്റ്റ് കിട്ടിയത്? ഫൈനൽ ആയിട്ട് കിട്ടിയത് tan square 81 എന്നാണ് കിട്ടിയത്. അപ്പൊ tan square 81 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഞാനിതെല്ലാം ഇവിടുന്ന് ഒഴിവാക്കുകയാണ്. നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടിയത് tan square 81 എന്നാണ്. tan square 81 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? tan square 90 minus 9. 90 minus 9 എന്താണ്? 81. സോ tan 90 minus 9 എന്ന് പറയുമ്പോൾ cot square 9. അപ്പൊ നമുക്ക് tan 9 എന്ന് പറയുന്നത് p/q ആണെങ്കിൽ cot 9 എന്താണ്? q/p ആണ്. അതായത് 1/tan 9 ആണ് എന്ത്? cot 9 അല്ലേ? cot 9 = 1/tan 9 ആണ്. tan 9 p/q ആണെങ്കിൽ then obviously cot 9 എന്ന് പറയുന്നത് എന്താണ്? q/p ആണ്. then cot square 9 എന്ന് പറയുമ്പോൾ q/p whole square = q²/p². Okay, the answer is q²/p². ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? tan 9 p/q ആണ് തന്നിട്ടുണ്ട്. c² 81 / 1 + cot square 81 ഡിഗ്രി ആണ് കാണാൻ പറഞ്ഞത്. ദെൻ നമ്മൾ എന്ത് എഴുതി? c² 81 / 1 + cot square 81. ദെൻ 1 + cot square 81 എന്താണ്? cosec square 81 ആണ്. ദെൻ നമുക്ക് എന്ത് എഴുതാം? നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ടേമിന് sec square 81 / cosec square 81 എന്ന് എഴുതാം. sec എന്ന് പറയുന്നത് 1/cos ആണ്. cosec എന്ന് പറയുന്നത് 1/sin ആണ്. സോ സൈനിന്റെയും കോസിന്റെയും ടേമിൽ 1/cos square 81 / 1/sin square 81. അപ്പോൾ 1/sin square 81 ഇവിടെ മുകളിൽ വന്നിട്ട് sin square 81 / 1 ആവും. സോ നമുക്ക് എന്ത് കിട്ടും? equal to sin square 81 / cos square 81. sin by cos എന്ന് പറയുമ്പോൾ tan square 81. നമ്മളടുത്തുള്ളത് എന്താണ്? tan 9 ആണ്. അപ്പോൾ ഈ tan square 81 നമുക്ക് 9 ഡിഗ്രി 9ലേക്ക് മാറ്റണം. അപ്പോൾ 81 നമ്മൾ എന്ത് എഴുതി? 90 minus 9 എന്ന് എഴുതി. സോ അത് കോട്ടിലേക്ക് മാറി cot 9 ആയി. tan 9 അറിയുന്നതുകൊണ്ട് അതിന്റെ എന്താണ്? 1/tan ആണ് കോട്ട്. സോ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? q²/p² ആണ് കിട്ടി. tan 9 എന്താണ്? tan 9 എന്ന് പറയുന്നത് p/q ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ cot 9 q/p ആയിരിക്കും. സോ cot square 9 എന്ന് പറയുമ്പോൾ q²/p². സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.